ഹായ് ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മെഹജബീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഫ്ലവറിൻ്റെ വീഡിയോസ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഈ ഫ്ലവർ ആദ്യമായി കാണുന്നവർ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഈ പൂക്കൾ ഉണ്ടാക്കിയത്. നമ്മൾ വേസ്റ്റ് കൊണ്ട് മാത്രമാണ് നമുക്ക് ₹1 പോലും ചിലവില്ലാതെ ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വേസ്റ്റ് തുണിയും നമ്മുടെ പെപ്സിയോ കോളാക്കുപ്പി എന്തിൻ്റെ അടപ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതിമനോഹരമായ പൂക്കളാണ്. ഇത് ഒരുപാട് നാളുകളായ പൂക്കളാണ്. ഇതിൻ്റെ വീഡിയോസ് കോളാക്കുപ്പിയുടെ അടപ്പ് ആരും കളയരുതേ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ഇതിപ്പോൾ ഇടാൻ കാരണം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ജിജീസ് ഫൺ വേൾഡ് ജൂജ ടീച്ചർ എനിക്ക് ഒരു കമൻറ്റിൽ ചോദിച്ചു, ഇതുപോലെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന്. കാരണം ടീച്ചർ ഇത് ഫുള്ളായിട്ട് കണ്ടു കാണത്തില്ല, ഫ്ലവർ മാത്രം കണ്ടിട്ടാണ്, ഷോർട്ട് വീഡിയോയുടെ ഫ്ലവർ കണ്ടിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചത്. ഈ ഫ്ലവറിൻ്റെ എല്ലാം വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് മേക്ക് ചെയ്ത് വെക്കാവുന്ന അതിമനോഹരമായ ഫ്ലവറാണ്. ഇത് വേസ്റ്റ് തുണി മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ പ്രതീക്ഷിക്കാം. ഞാൻ പല പല പൂക്കളുടെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. നമുക്ക് ഒരുപാടധികം പൂക്കളുടെ ഇനിയും പഠിക്കാനുണ്ട്. ഒരുപാട് വേസ്റ്റ് തുണിയിൽ നിന്നുള്ള ₹1 ചിലവ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് ഫ്ലവർ മേക്കിങ് ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ചേറെ ഞാൻ കാണിച്ചു കഴിഞ്ഞു, ഇതുപോലെ കുറച്ചേറെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. ഇതെല്ലാം മിക്കവാറും ഉള്ളവർക്കെല്ലാം മനസ്സിലായി. കുറേ പേർ സെയിൽ ചെയ്യുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി മാഡം ഇതുപോലെ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു വാട്സപ്പിൽ. സൺഡേ ദിവസം ഒരുപാടേറെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് വയനാടിന് വേണ്ടി നൽകാനാണെന്ന്. ഒരു ബിഗ് സല്യൂട്ട് തന്നെ ആ ചന്ദ്രമതി മാഡത്തിന് ഞാൻ നൽകുകയാണ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോസിലൂടെ. അതാണ് ഒന്നാമത്തെ കാരണം ഈ വീഡിയോസ് ഇടാൻ തന്നെയും. കാരണം അത്രയും നല്ല ഒരു മനസ്സുണ്ടായില്ല. നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് തന്നെ ഒരുപാട് സമയമെടുത്താണ് ഒരു ഫ്ലവർ സ്റ്റാൻഡിൽ പിടിപ്പിച്ച് ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നത്. അത്രയും മനോഹരമായ പൂക്കളുണ്ടാക്കി ഒരുപാട് വീഡിയോസ് എനിക്ക് ഇട്ട് തന്നു. ഈ പൂക്കളുടെ ഞാൻ ആ വീഡിയോസ് ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങളെ ആ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ചന്ദ്രമതി മാഡം ഉണ്ടാക്കിയിരിക്കുന്ന പൂക്കൾ നിങ്ങൾ തന്നെ കാണുന്ന ഞാൻ പോലും അതിശയപ്പെട്ടുപോയി. കാരണം ഇത്രയേറെ പൂക്കൾ ഒരിടത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ പൂക്കൾ വിറ്റ് കിട്ടുന്ന പൈസ വയനാടിന് വേണ്ടി ചിലവാക്കുന്നുവെന്ന് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിത് ആരൊക്കെ എത്രയൊക്കെ രൂപയാണോ ചില്ലറകളായാലും തരുന്നത്, മനസ്സോടെ എന്തിനും വില കൽപ്പിക്കുന്നില്ല, എല്ലാം മനസ്സോടെ അതിനൊരു വില തരുന്നെങ്കിൽ ആ പൈസ ഞാൻ വയനാടിന് സമ്മാനിക്കുമെന്ന് പറഞ്ഞ ആ ചന്ദ്രമതി മാഡത്തിനകത്തെ ഇന്നത്തെ എല്ലാ ബിഗ് സല്യൂട്ടും എൻ്റെ വകയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ലവരായ കൂട്ടുകാരുടെ എല്ലാം പ്രാർത്ഥനയും ചന്ദ്രമതി മാഡത്തിനും കുടുംബത്തിനും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതുപോലെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകൾ ഒരുപാട് പേരുണ്ട്. കാരണം വയനാട്ടിന് വേണ്ടി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും വസ്തുക്കളും പൈസയും ഒക്കെയായിട്ട് ഒരുപാട് പേരുടെ നിറഞ്ഞ മനസ്സ്, അതിനെല്ലാം നമുക്ക് ഒരുപാടധികം നന്ദിയുണ്ട്. അവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെയും സ്നേഹം ഉണ്ടാകട്ടെ, അവരെല്ലാം പ്രാർത്ഥനയും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പറയുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കുറേ വീഡിയോസുകൾ കാണണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസുകൾ ഇടുക. അതുപോലെ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഇട്ടുണ്ട്. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ, ഇനി അങ്ങോട്ട് അടുത്തടുത്ത് വീഡിയോസുകളുണ്ട്. അത് വീഡിയോസുകളിലൂടെ ഞാൻ എല്ലാ കമൻസിനും മറുപടി പറയുന്നതാണ്. അതുപോലെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതെടുത്ത് ആദ്യമായി കാണുന്നു കുറേ കണ്ടിട്ടുള്ളവർ കമൻ്റ് ഇടുക, ഞാൻ കണ്ടു, ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കി എന്നൊക്കെയുള്ള കമൻറ്റുകൾ. ബാക്കി അല്ലാത്തവർ കാണാൻ ശ്രമിക്കുക. നല്ല നല്ല അടിപൊളി ഫ്ലവർ മേക്കിങ്ങുമായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ കുറേ പേര് ഈ ഫ്ലവർ മേക്കിംഗ് രംഗത്തേക്ക് വന്നതിന് ശേഷം കുറേ പേര് ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതായിട്ട് നേരത്തെയൊക്കെ എനിക്ക് വാട്സപ്പിലും ഒക്കെ ഓരോ ഫ്ലവർ ചെയ്തിട്ട് ഇടുന്നുമുണ്ടായിരുന്നു. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ഏറ്റവും നല്ല കാരുണ്യമേറിയ ഒരു പ്രവൃത്തി തന്നെയാണ്. നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു വരുമാന മാർഗം മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ കുറേ പേർ കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു.
അവർക്കൊക്കെ എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് ആ ചന്ദ്രമതി മാഡത്തിൻ്റെ ഫ്ലവറും കൂടി ഒന്ന് കാണാം. ലാസ്റ്റ് ഞാൻ ഈ വീഡിയോസിൽ ഇടുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചന്ദ്രമതി മാഡം ഉണ്ടാക്കിയ പൂക്കൾ. നമ്മുടെ ദേശീയ പതാക പോലെ പലവിധ വർണ്ണങ്ങൾ ചാലിച്ച ഈ പൂക്കൾ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും നമിക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ സുഖമില്ലാതെ കിടന്ന ആളായിരുന്നു. ഈ നല്ല ദിനത്തിൽ നമുക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് മാഡത്തിന് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.